എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. IVFൽ ഏറ്റവും ആളുകൾ പേടിക്കുന്ന കാര്യം എന്ന് പറയുന്നത് IVFൽ യൂസ് ചെയ്യുന്ന ഇഞ്ചെക്ഷൻസ് ആണ്. സാധാരണയായി ഏത് ഇഞ്ചെക്ഷൻസ് ആണെങ്കിലും ഇഞ്ചെക്ഷൻസ് എന്ന് കേട്ടാലേ നമ്മൾ പേടിക്കുമെങ്കിലും IVF ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളോട് 10 തൊട്ട് 20 ദിവസം വരെ ഇഞ്ചെക്ഷൻസ് ഡെയിലി എടുക്കണം എന്ന് പറയുമ്പോഴേ നമ്മൾ ഒരുപാട് പേടിച്ചു പോകും. ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ IVFൽ യൂസ് ചെയ്യുന്ന ഇഞ്ചെക്ഷൻസിനെ പറ്റി ഡോക്ടറിന് മാത്രമല്ല പേഷ്യൻസിനും അറിവുണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. എത്രയും നിങ്ങൾക്ക് ഈ കാര്യങ്ങളുടെ ഒക്കെ ഇൻഫോർമേഷൻസ് ഉണ്ടോ അത് നിങ്ങളുടെ IVF സക്സസിനായിട്ട് അത്രയും നല്ലതാണ്. അപ്പോൾ IVFൽ യൂസ് ചെയ്യുന്ന എല്ലാ ഇഞ്ചെക്ഷൻസിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഒട്ടും ഡിലേ ഇല്ലാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനലിലോട്ട് ആദ്യമായിട്ടാണെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. IVFൽ യൂസ് ചെയ്യുന്ന ഇഞ്ചെക്ഷൻസിനെ പറ്റി ഡോക്ടറിന് മാത്രമല്ല പേഷ്യൻസിനും അറിവ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതിന് മെയിൻലി 2 റീസൺസ് ഉണ്ട്. ആദ്യത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇഞ്ചെക്ഷൻസ് എങ്ങനെയാണോ എടുക്കേണ്ടത്, ഏത് സമയം ആണോ എടുക്കേണ്ടത് അത് കൃത്യമായി എടുക്കുന്നത് IVFൻ്റെ സക്സസിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് റോൾ തന്നെയാണ് വഹിക്കുന്നത്. രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഇഞ്ചെക്ഷൻസ് കുറേ സമയം ലോങ് ടേം ആയിട്ട് എടുക്കേണ്ടി വരും. ചിലപ്പോൾ പേഷ്യൻസിന് സ്വയമായി തന്നെ ഈ ഇഞ്ചെക്ഷൻസ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഇഞ്ചെക്ഷൻസിൻ്റെ കോമ്പോസിഷൻ, ഡോസ്, ഈ ഇഞ്ചെക്ഷൻസ് എടുക്കേണ്ട രീതി, ഇതിൻ്റെ സൈഡ് എഫക്ട്സ്, ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻസ് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് IVFൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഇഞ്ചെക്ഷൻസിൻ്റെ അത് വളരെ ഈസി ആയി കടന്നു പോകും. ഇനിയും സെക്കൻഡ് സ്റ്റെപ്പ് എഗ് എടുക്കുന്ന പ്രോസസ്സും ഫെർട്ടിലൈസേഷൻ്റെ പ്രോസസ്സും അതിന് ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടും. IVFൻ്റെ പ്രോസസ്സ് 2 പ്രോട്ടോകോൾ കൊണ്ടാണ് ചെയ്യുന്നത്. ഒന്നാണ് ലോങ് പ്രോട്ടോകോൾ, രണ്ടാമത്തത് ആൻറ്റഗണിസ്റ്റ് പ്രോട്ടോകോൾ. ഇത് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് അത്യാവശ്യമാണെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഡോക്ടർ നിങ്ങൾക്ക് ലോങ് പ്രോട്ടോകോൾ ആണ് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഇഞ്ചെക്ഷൻസ് കുറച്ച് വ്യത്യാസമാണ്. ആൻറ്റഗണിസ്റ്റ് പ്രോട്ടോകോൾ ആണ് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇഞ്ചെക്ഷൻസിൻ്റെ ഡോസും ഇഞ്ചെക്ഷൻസ് എടുക്കേണ്ട ദിവസവും വ്യത്യാസമാണ്. ലോങ് പ്രോട്ടോകോളിൻ്റെ കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആദ്യം നോക്കാം. ലോങ് പ്രോട്ടോകോൾ ആർക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. എൻഡോമെട്രിയോസിസ് പ്രോബ്ലം ഉള്ളവർക്ക്, നേരത്തെ ആൻറ്റഗണിസ്റ്റ് പ്രോട്ടോകോൾ യൂസ് ചെയ്ത് IVF ഫെയിൽ ആയവർക്ക്, പിന്നെ കുറച്ച് കേസസിൽ ഡോക്ടേഴ്സ് ലോങ് പ്രോട്ടോകോൾ ചൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ എഗ്ഗിൻ്റെ നമ്പർ ചിലപ്പോൾ കുറച്ച് കൂടുതൽ കിട്ടും. ലോങ് പ്രോട്ടോകോളിൽ ഏറ്റവും ആദ്യം യൂസ് ചെയ്യുന്ന ഇഞ്ചെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ലൂപ്രൈഡ് ഇഞ്ചെക്ഷൻ ആണ്. ലൂപ്രൈഡ് അല്ലെങ്കിൽ GnRH ആൻറ്റഗണിസ്റ്റ് ഇഞ്ചെക്ഷൻ നേരത്തെ പീരീഡ്സിൻ്റെ 21ാം ദിവസം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇത് ഏകദേശം 10 ദിവസം വരെ എടുക്കും. അത് കഴിഞ്ഞ് പീരീഡ്സ് വരും. പക്ഷേ ഈ ലൂപ്രൈഡ് ഇഞ്ചെക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഇത് എടുത്തോണ്ടേ ഇരിക്കണം നിങ്ങളുടെ ട്രിഗർ ഇഞ്ചെക്ഷൻ എടുക്കുന്നത് വരെ. ലൂപ്രൈഡ് ഇഞ്ചെക്ഷൻസ് നമ്മൾ എടുക്കുന്നത് ശരീരത്തിൽ പ്രീമെച്വർ ഓവുലേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഫോളിക്കിൾ മാത്രമല്ല കുറേ ഫോളിക്കിൾ കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഇഞ്ചെക്ഷൻ യൂസ് ചെയ്യും. ലൂപ്രൈഡ് ഇഞ്ചെക്ഷൻ സ്കിന്നിലാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഈ ഇഞ്ചെക്ഷൻസ് വയറ്റിലും എടുക്കാം. റൈറ്റ് ആംഗിളിൽ സിറിഞ്ചിനെ ഇൻസേർട്ട് ചെയ്ത് 0.5 ml ഇഞ്ചെക്ഷൻ ആണ് എടുക്കേണ്ടത്. ഈ ഇഞ്ചെക്ഷൻസ് എടുക്കുന്ന ടൈം എന്നും സെയിം ആയിരിക്കണം. ഈ ഇഞ്ചെക്ഷൻ നിങ്ങൾക്ക് സ്വന്തമായി വേണേലും എടുക്കാം. കാരണം ഈ ഇഞ്ചെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻസുലിൻ സിറിഞ്ചാണ്. രണ്ടാമത്തെ ഇഞ്ചെക്ഷൻ IVFൽ യൂസ് ചെയ്യുന്നത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH ഇഞ്ചെക്ഷൻ ആണ്. FSH ഇഞ്ചെക്ഷൻ IVFൻ്റെ കോർണർ സ്റ്റോൺ ആണ്. കാരണം ഈ ഇഞ്ചെക്ഷൻ കൊണ്ടാണ് ഫോളിക്കിൾ ഡെവലപ്പ് ആകുന്നത്. ഈ ഫോളിക്കിൾസിൽ നിന്നാണ് നമുക്ക് എഗ് കിട്ടുന്നത്. ഈ എഗ്സിൽ നിന്നാണ് നമ്മൾ എംബ്രിയോസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ എംബ്രിയോസിൽ നിന്നാണ് നമുക്ക് IVFൽ സക്സസ് കിട്ടുന്നത്. FSH ഇഞ്ചെക്ഷൻസ് 2 തരത്തിലുണ്ട്. ആദ്യത്തേത് യൂറിനറി ഇഞ്ചെക്ഷൻസും രണ്ടാമത്തത് റീകോമ്പിനന്റ് ഇഞ്ചെക്ഷൻസും.
ഇഞ്ചക്ഷൻസും. യൂറിനറി ഇഞ്ചക്ഷൻസ് വയലിലാണ് വരുന്നത്. ഇതിൽ പൗഡറും ഡയലുവൻറ്റും വേറെ വേറെയാണ് വരുന്നത്. നമുക്കത് മിക്സ് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്ന ഡോസ് ഇഞ്ചക്ഷൻസ് ആണ് എടുക്കേണ്ടത്. യൂറിനറി ഇഞ്ചക്ഷൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ഡോക്ടർ നിർദ്ദേശിച്ച ഡോസ് അത് 150 യൂണിറ്റ്സ് ആകാം, 225 യൂണിറ്റ്സ് ആകാം, 300 യൂണിറ്റ്സ് ആകാം, ചിലപ്പോഴൊക്കെ 375 യൂണിറ്റ്സും ആകാം. അതുകൊണ്ട് ഡോക്ടറിനോട് ആദ്യമേ തന്നെ ചോദിച്ച് മനസ്സിലാക്കണം നിങ്ങൾക്ക് നിർദ്ദേശിച്ച ഡോസ് എത്രയാണെന്ന്. FSH ഇഞ്ചക്ഷൻസ് 10 തൊട്ട് 12 ദിവസം വരെയാണ് എടുക്കേണ്ടത്. ഈ ഇഞ്ചക്ഷൻസിൻ്റെയും ടൈം നിങ്ങൾ ഫിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിൽ 1-2 മണിക്കൂർ നേരത്തെയോ ലേറ്റ് ആയിട്ടോ എടുക്കാം, പക്ഷെ അതിൽ കൂടുതൽ ഡിലേ വരുത്തുന്നത് നല്ലതല്ല. യൂറിനറി ഇഞ്ചക്ഷൻസും നിങ്ങൾക്ക് സ്വയം എടുക്കാം, കാരണം ഇതിൽ കൂടുതലും ഇഞ്ചക്ഷൻസ് ഹൈലി പ്യൂരിഫൈഡ് ഇഞ്ചക്ഷൻസ് ആയിരിക്കും. ഇത് സ്കിന്നിൽ നിങ്ങൾക്ക് എടുക്കാം. HMG എടുക്കാൻ വേണ്ടിയിട്ടും സെയിം മെത്തേഡ് തന്നെയാണ്. നിങ്ങൾക്കത് വയറ്റിൽ എടുക്കാവുന്നതാണ്. സ്കിന്നിനെ ഒന്ന് പൊക്കി റൈറ്റ് ആംഗിളിൽ സിറിഞ്ച് ഇഞ്ചെക്ട് ചെയ്ത് മുഴുവൻ മെഡിസിൻ അകത്ത് പോയിട്ട് 10 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് മാത്രം നീഡിൽ പുറത്തോട്ട് എടുക്കുക. ആ ഇഞ്ചക്ഷൻ എടുത്തെടുത്ത് ഒരു തരത്തിലും നിങ്ങൾക്ക് മെഡിക്കൽ ടേപ്പ് ഒന്നും ഒട്ടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ ഇഞ്ചക്ഷൻസിൻ്റെ നീഡിൽ ഒരുപാട് ചെറുതാണ്. രണ്ടാമത്തെ FSH ഇഞ്ചക്ഷൻ ആണ് റീകോമ്പിനന്റ് ഇഞ്ചക്ഷൻ. ഇത് ഒരു പെൻ ഡിവൈസിലാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഡോസ് എത്രയാണ് എടുക്കേണ്ടതെന്ന് ഡയൽ ചെയ്യണം. അതിനുശേഷം ആ എമൗണ്ട് പെൻ ത്രൂ സ്കിന്നിൽ ഇഞ്ചെക്ട് ചെയ്യണം. ഇത് ഒരു പെയിൻലെസ് ഇഞ്ചക്ഷൻ ആണ്. ഉറുമ്പ് കടിക്കുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് മാത്രമേ ഇത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവത്തുള്ളൂ. ഈ ഇഞ്ചക്ഷനും പേഷ്യൻസിന് തനിയെ എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ പാർട്ട്ണറിനോ വീട്ടിൽ ഉള്ള ആർക്കേലുമോ എടുത്തു തരാവുന്നതുമാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ഹോസ്പിറ്റൽ വിസിറ്റ് കുറയും. അടുത്ത പ്രോട്ടോകോൾ ആണ് ആന്റഗണിസ്റ്റ് പ്രോട്ടോകോൾ. ആന്റഗണിസ്റ്റ് പ്രോട്ടോകോൾ പീരീഡ്സിൻ്റെ 2-ാം ദിവസം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇഞ്ചക്ഷൻസ് ഇതിൽ ഡെയിലി എടുക്കണം. ഈ ഇഞ്ചക്ഷൻസ് ഒന്നുകിൽ FSH അല്ലെങ്കിൽ HMG ആയിരിക്കും. ഇത് ഡോക്ടർ ഡോസ് നിശ്ചയിച്ച് പറയും. ആ ഡോസ് നിങ്ങൾക്ക് സ്വയമായി കുറയ്ക്കാനോ കൂട്ടാനോ പാടില്ല. ഡോക്ടർ പറയുന്ന ആ ഡോസിൽ തന്നെ ആ ഇഞ്ചക്ഷൻസ് എടുക്കേണ്ടതാണ്. 10 തൊട്ട് 12 ദിവസം ആന്റഗണിസ്റ്റ് പ്രോട്ടോകോളിലും FSH ഇഞ്ചക്ഷൻസ് ആണ് എടുക്കുന്നത്. ആന്റഗണിസ്റ്റ് പ്രോട്ടോകോളിലും ലോങ് പ്രോട്ടോകോളിലും ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ആന്റഗണിസ്റ്റ് പ്രോട്ടോകോളിൽ ലൂപ്രൈഡിന് പകരം പ്രീമച്ചർ ഓവുലേഷൻ നടക്കാതിരിക്കാനായി ആന്റഗണിസ്റ്റ് ഇഞ്ചക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ആന്റഗണിസ്റ്റ് ഇഞ്ചക്ഷൻസ് 2 ഉണ്ട്. ഒന്നാണ് സെട്രോറിലിക്സ്, രണ്ടാമത്തത് ഗാനിറിലിക്സ്. രണ്ടിൻ്റെയും ഡോസ് 0.25 മില്ലിഗ്രാം ആണ്. രണ്ടും സ്കിന്നിലാണ് എടുക്കുന്നത്. ഇത് സ്റ്റിമുലേഷൻ്റെ 5-ാം ദിവസമോ 6-ാം ദിവസമോ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റിമുലേഷൻ്റെ 5-ാം ദിവസമോ 6-ാം ദിവസമോ ആന്റഗണിസ്റ്റ് ഇഞ്ചക്ഷൻ സ്കിന്നിൽ എടുക്കണം. പക്ഷേ ഈ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം കുറച്ച് ചൊറിച്ചിൽ, റെഡ്നസ് ഇതൊക്കെ ഉണ്ടാവുന്നത് നോർമൽ ആണ്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആന്റഗണിസ്റ്റ് ഇഞ്ചക്ഷൻ്റെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾക്ക് ഏത് ടൈമിലാണോ എടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ടൈമിൽ തന്നെ എടുക്കണം. ഇത് നിങ്ങൾ ഡിലേ ചെയ്യരുത്. നിങ്ങൾക്ക് കുറച്ച് നേരത്തെ വേണമെങ്കിലും എടുക്കാം, പക്ഷേ ലേറ്റ് ഒരിക്കലും ആകരുത്. ഒരു പക്ഷേ നിങ്ങൾ ആന്റഗണിസ്റ്റ് ഇഞ്ചക്ഷൻ എടുക്കുന്നത് ലേറ്റ് ആക്കിയാൽ ഓവുലേഷൻ നേരത്തെ ആകും, മുഴുവൻ സൈക്കിളും ക്യാൻസൽ ആകും. ഇനിയും ലാസ്റ്റ് ആയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇഞ്ചക്ഷൻ മുഴുവൻ IVF സൈക്കിളിൻ്റെ, അതാണ് ട്രിഗർ ഇഞ്ചക്ഷൻസ്. നിങ്ങൾ ഒരു പക്ഷേ എന്നോട് ഏത് ഇഞ്ചക്ഷനാണ് IVFൽ ഏറ്റവും റിസൾട്ട് കൂടുതൽ കിട്ടുന്നത്, ഏത് ഇഞ്ചക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ട്രിഗർ ഇഞ്ചക്ഷൻ എന്ന്. ട്രിഗർ ഇഞ്ചക്ഷൻ എടുക്കുന്നതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, ഫോളിക്കിളിൽ നിന്ന് എഗ്ഗ് പെതുക്കെ ഗ്രോ ആകും. നമുക്ക് ആദ്യത്തെ തവണ തന്നെ ഈസിലി ഈ എഗ്ഗിനെ വെളിയിലെടുക്കണം. രണ്ടാമതായി ഇത് മെച്ചർ ആവണം. M1 തൊട്ട് M2 oocyteന്റെ ട്രാൻസ്ഫർ ഈ ട്രിഗർ ഇഞ്ചക്ഷൻ കൊണ്ടാണ് നടക്കുന്നത്. ട്രിഗർ ഇഞ്ചക്ഷൻ HCG ട്രിഗർ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ട്രിഗർ ആണ് എടുക്കുന്നത്. 250 മൈക്രോഗ്രാം ആണ് ഇതിൻ്റെ ഡോസ്. നിങ്ങൾ റീകോമ്പിനൻ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ടൈം ഫിക്സ് ആയിരിക്കണം. 10 മണി എന്ന് പറഞ്ഞാൽ കറക്റ്റ് 10 മണിക്ക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇത് IVFൻ്റെ സക്സസിൽ ഒരുപാട് ക്രിട്ടിക്കൽ റോളാണ് പ്ലേ ചെയ്യുന്നത്. കാരണം ട്രിഗർ ഇഞ്ചക്ഷൻ്റെ 34 അല്ലെങ്കിൽ 35 മണിക്കൂർ കഴിഞ്ഞാണ് എഗ്സ് എടുക്കുന്നത്. ഒരു പക്ഷേ ഇതിൽ ഡിലേ ഉണ്ടായാൽ അല്ലെങ്കിൽ നേരത്തെ എടുത്താൽ എഗ്ഗ് നല്ലതായിട്ട് നമുക്ക് ആവശ്യമുള്ള പോലെ നമുക്ക്
നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് IVFന്റെ പ്രോസസ്സിൽ ട്രിഗർ ഇഞ്ചക്ഷനെ ഒരുപാട് സീരിയസ്ലി എടുത്ത് ഫിക്സ് ചെയ്തേക്കുന്ന ടൈമിൽ തന്നെ അത് എടുപ്പിക്കുക. ശരിയായ രീതിയിൽ ശരിയായ ഡോസിൽ എടുക്കാനും ശ്രദ്ധിക്കണം. ചിലപ്പോൾ ട്രിഗർ ഇഞ്ചക്ഷൻ യൂറിനറി ട്രിഗറും കൊടുക്കും. എന്ന് പറഞ്ഞാൽ യൂറിനറി SCG 5000 തൊട്ട് 10,000 ഡോസിൽ കൊടുക്കും. കുറച്ച് വർഷം മുമ്പ് തൊട്ട് ഒരു പുതിയ ട്രിഗർ ഇഞ്ചക്ഷൻ വന്നിട്ടുണ്ട്. അതാണ് ലൂപ്രൈഡ് ട്രിഗർ. ലൂപ്രൈഡ് ട്രിഗർ ആന്റഗോണിസ്റ്റ് സൈക്കിളിലും കൊടുക്കും. ഇത് 2 മില്ലിഗ്രാം ഡോസിലാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ ഇതിൽ ഒവേരിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അതാണ് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഒവേരിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം IVFന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, കണ്ടു നോക്കുക. ലൂപ്രൈഡ് ട്രിഗർ ആണെങ്കിൽ ഒവേരിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ചില പേഷ്യൻസിൽ ഡ്യുവൽ ട്രിഗർ എന്ന് പറഞ്ഞാൽ HCGയും ലൂപ്രൈഡും രണ്ടും കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ IVF സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഇഞ്ചക്ഷൻസിൻ്റെയും ഡോസ്, അതിൻ്റെ ബ്രാൻഡ്, അത് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ട മെത്തേഡ്സ്, പിന്നെ ട്രിഗർ ഇഞ്ചക്ഷൻ, ഇതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിവ് ഉണ്ടാവണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു അറിവില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ഒരുപാട് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകും. ഈ മുഴുവൻ ഇഞ്ചക്ഷൻസിൻ്റെ ജേർണി 10 തൊട്ട് 12 ദിവസം കഴിഞ്ഞ് എക്സ് എടുക്കും. അതിനുശേഷം സ്പേമുമായി ഈ എക്സിനെ ഫെർട്ടിലൈസ് ചെയ്ത് എംബ്രിയോ ആക്കി എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യും. ട്രാൻസ്ഫറിന് ശേഷം ചിലപ്പോഴൊക്കെ പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ ഫോമിൽ കൊടുക്കും. ഇഞ്ചക്റ്റബിൾ പ്രൊജസ്ട്രോൺ പെതുക്കെ നിർത്തി ടാബ്ലറ്റ് ആണ് ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ചില കേസസിൽ ഇപ്പോഴും പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻസ് കൊടുക്കാറുണ്ട്. ഈ ഇഞ്ചക്ഷൻ പെയിൻഫുൾ ആണ്, കാരണം ഇത് ഓയിലി ഇഞ്ചക്ഷൻ ആണ്. ഫാറ്റി ടിഷ്യൂവിൽ ഈ ഓയിൽ ഡിപ്പോസിറ്റ് ആകും. പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ 90 ഡിഗ്രിയിൽ നേരെ സിറിഞ്ച് വെച്ചാണ് എടുക്കേണ്ടത്. മെഡിക്കൽ പ്രൊഫഷനിലുള്ള ഒരാളെ കൊണ്ട് മാത്രമേ ഈ ഇഞ്ചക്ഷൻ എടുപ്പിക്കാൻ ശ്രദ്ധിക്കണം. സെൽഫ് അഡ്മിനിസ്റ്റർ ചെയ്യരുത്. അതിനുശേഷവും നിങ്ങൾക്ക് അവിടെ പെയിൻ ഉണ്ടെങ്കിൽ, സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ ഐസ് പാക്ക് വെച്ച് അവിടെ ഒന്ന് മസാജ് ചെയ്താൽ മതി. അത് ചെയ്തിട്ടും ശരിയായില്ലെങ്കിൽ ഡോക്ടറിനെ എത്രയും വേഗം തന്നെ കാണിക്കുക. IVFന്റെ എല്ലാ ഇഞ്ചക്ഷൻസിൻ്റെയും സൈഡ് എഫക്റ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ തലവേദന, തലകറക്കം, അല്ലാതെ വേറെ സൈഡ് എഫക്റ്റ് ഒന്നും IVFന്റെ ഇഞ്ചക്ഷൻസ് കാരണം ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഇത് നാച്ചുറലി ശരീരത്തുണ്ടാവുന്ന അതേ ഹോർമോൺ തന്നെയാണ്. ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടാവുന്നുണ്ടെങ്കിലോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇഞ്ചക്ഷൻസ് കാരണം ഉണ്ടാവുന്നുണ്ടെങ്കിലോ എത്രയും വേഗം തന്നെ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറിനെ കാണിക്കുക. അപ്പോൾ IVFൽ യൂസ് ചെയ്യുന്ന ഇഞ്ചക്ഷൻസിനെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടാവുന്നത് നിങ്ങളുടെ IVF സക്സസിനായിട്ട് ഒരുപാട് നല്ലതാണ്. ഇനിയും നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തോ വേറെ ഏതെങ്കിലും ടോപ്പിക്കിനെ ബേസ് ചെയ്തോ എന്തെങ്കിലും സംശയങ്ങളോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെയോ മെയിലിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാം. ഇത് മൂന്നിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളുടെ IVF ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ IVF ജേർണിയിലൂടെ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വിവരം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ നിങ്ങൾ മറക്കരുത്. എന്നാൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.